ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരാള് മുറിയിൽ ശ്വാസം കിട്ടാതെ കിടന്ന് ചുമക്കുന്നുണ്ടെന്ന് ചേച്ചി അത് വല്ലതും കേൾക്കുന്നുണ്ടോ? രണ്ടിനെ നാറ്റിക്കണം, നാണം കെടുത്തണം. സച്ചിക്ക് എന്ത് നാണക്കേടുണ്ടായാലും ഒരു പ്രശ്നമല്ല. പക്ഷെ അഡ്വക്കേറ്റ് ആരതിയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടായാ അത് അവളുടെ സോഷ്യൽ സ്റ്റാറ്റസിനെ ബാധിക്കും. ബാർ അസോസിയേഷനിലൊക്കെ പ്രശ്നമാവും. അങ്ങനെ വരുമ്പോ അവൾ അവനിൽ നിന്ന് അകന്നു പോവും. അത് ഞാൻ ഏറ്റു മാഡം. താമസിയാതെ അതിനു പറ്റിയൊരു അവസരം കിട്ടും. സച്ചിയും ആരതിയും ഗോകുലും അർച്ചനയും അവര് 4 പേരുമാണ് ഇപ്പൊ നമ്മുടെ ടാർഗറ്റ്. നമ്മളറിയാതെ അവരുടെ ജീവിതത്തിൽ ഒരില പോലും ഇനി അനങ്ങാൻ പാടില്ല. എനിക്കിനി ഒന്നും കേക്കണ്ട. എവിടാന്ന് വെച്ചാ പോയിക്കോ. മതിയായി എനിക്ക്. സഹിക്കാവുന്ന എന്റെ പരമാവധി ഞാൻ സഹിച്ചു. അതിന് ഞാൻ പറയുന്നത് കേക്ക്. വേണ്ട, എനിക്കിനി ഒന്നും കേക്കണ്ട. എന്തുവാടി ഇത്? നീ എന്തായി കാണിക്കുന്നത്? ഇങ്ങനെ കള്ളു കുടിച്ച് ബോധമില്ലാതെ ഇനി ഇവൻ എന്റെ കൂടെ ജീവിക്കണ്ട. ഇങ്ങനെ ഒരു ഭർത്താവ് എനിക്ക് എന്തിനാ അമ്മേ? മാറ്. ഞാൻ കുടിക്കുന്നതിന് നിനക്കെന്താ? എനിക്കൊന്നുമില്ല. മൂക്കറ്റം കുടിച്ചോ. പക്ഷെ എനിക്കിങ്ങനെ ഒരു ഭർത്താവിനെ വേണ്ട, അത്രേ ഉള്ളൂ. ഓ, എന്താ പ്രശ്നം? ദേ കണ്ടില്ലേ, കല്യാണ മോതിരം കൊണ്ടുപോയി വിറ്റിട്ട് പോലും ഞാൻ ഇവനോട് ക്ഷമിച്ചതാ. പക്ഷെ ഈ മുടിഞ്ഞ കള്ളുകൂടി ഇതെനിക്ക് സഹിക്കാൻ വയ്യ സച്ചേട്ടാ. എന്തിനാണ് ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നേ? നിനക്കൊന്ന് നന്നായിക്കൂടെ? അയ്യോ, ഞാൻ നന്നായിട്ട് എന്തുണ്ടാക്കാനാ? നല്ലവനായ കോമരായിട്ട് നിങ്ങൾ ഒരുത്തരം ഇവിടെ ഉണ്ടല്ലോ. മോനെ, എടാ നീ ഞങ്ങളെല്ലാരും ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്തിനാ? അല്ല, ഇങ്ങനെ കുടിച്ച് നശിക്കാനും മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? ഇനി എന്തോന്ന് പറ്റാനാ? എല്ലാം പോയില്ലേ. മോളുടെ കാര്യം ഓർത്തെങ്കിലും സന്ദീപിന് കുടിക്കാതിരുന്നൂടെ? അങ്ങനെ പലതും ഓർക്കുമ്പോഴാ ഒരു മനസമാധാനത്തിന് കുടിച്ചു പോകുന്നത്. ഒരു മനസമാധാനം. എടാ, പ്രശ്നങ്ങൾക്ക് കള്ളുകൂടിയല്ല പരിഹാരം. ഓ, വലിയ ഉപദേശകം വന്നിരിക്കുന്നു. ആരും ഉപദേശിക്കാൻ വരണ്ട. ആദ്യം പോയി സ്വന്തം കാര്യം നോക്കണോ? സ്വന്തം കാര്യം മാത്രമല്ല, എനിക്ക് ഈ വീട്ടിലുള്ള എല്ലാവരുടെയും കാര്യം നോക്കിയേ പറ്റൂ. ഓ, ഇനിയും കുടിച്ച് ബോധമില്ലാതെ ബാക്കിയുള്ളവരുടെ സമാധാനം കെടുത്താനാണെന്നുണ്ടെങ്കിൽ മേലിൽ നീ ഈ വീടിന്റെ പടി ചവിട്ടരുത്. ഞാൻ കൊള്ളരുതാത്തവൻ, നിങ്ങൾ എല്ലാവരും നല്ലവർ. ശരി, ഞാനേ ആർക്കും ഒരു ശല്യം. സച്ചി, നീ ഒന്ന് വിളിക്കടാ മോനെ. സന്ദീപേ പോലെടാ. സച്ചിയല്ലേ നിങ്ങൾക്ക് ദൈവം? നിങ്ങൾക്ക് അവരുണ്ടല്ലോ, അത് മതി. സന്ദീപേ, ഞാൻ എവിടെയെങ്കിലും പോയി തൊലയട്ടെ. എന്റെ കാറ്. മോനെ പോലെടാ. സന്ദീപേ, മോനെ സച്ചി, ദേ കണ്ടില്ലേ അവൻ പോകുന്നു. നീ തിരിച്ചു വിളിക്കടാ അവനെ. പോട്ടമ്മേ, കെട്ടുവിടുമ്പോഴേ അവൻ താനെ വന്നോളൂ. അയ്യോ മോനെ, മക്കളെ സന്ദീപേ. അയ്യോ ഏട്ടാ,
ചേച്ചി, രാജീവ് മുറി കിടന്ന് വല്ലാണ്ട് ചുമക്കുന്നു. ചേച്ചി, ഒരാള് മുറിയിൽ ശ്വാസം കിട്ടാതെ കിടന്ന് ചുമക്കുന്നുണ്ടെന്ന്. ചേച്ചി അത് വല്ലതും കേൾക്കുന്നുണ്ടോ? ചേച്ചി ഒന്ന് അങ്ങോട്ടേക്ക് ചെല്ല്. ഓഫ്. ഇതാ കുടിച്ചോ. ഇതാ കുടിച്ചോ. ഇനി വേണോ? ചേച്ചി, ചേച്ചി കാണിക്കുന്ന ഒട്ടും ശരിയല്ല. പരസഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയില് ഒരാൾ ഇവിടെ വിഷമിച്ച് കിടക്കുക. ഒന്നുമില്ലെങ്കിൽ ചേച്ചിയുടെ ഭർത്താവല്ലേ. ചേച്ചി ആ മുറി ചെന്ന് നോക്കിയേ. രാജീവിന്റെ യൂറിൻ ബാഗ് നിറഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. അതിന്റെ 3/4 ഭാഗം വരെ നിറഞ്ഞ മാറ്റണമെന്ന് ഡോക്ടർ ഇന്നലെ പറഞ്ഞതല്ലേ. വേഗം ചെന്ന് എടുത്ത് മാറ്റ്. എന്നെ കൊണ്ടൊക്കെ വയ്യ. നീ വേറെ ആരോടെങ്കിലും പറ. വേറെ ആരോട് പറയാൻ?